മിസ്റ്റർ ജിത്തുഭായ്, യെസ്, നിങ്ങൾക്ക് ഞാൻ ദയാ സുജിത്ത്, മഞ്ജു പിള്ളയുടെ മോളുടെ 1-2 ഫോട്ടോസ് കാണിച്ചു തരാം. വാട്ട് യു ഫീൽ എന്ന് എന്നോട് വളരെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം പറയണം. 2023 പോസ്റ്റ് ചെയ്ത ഫോട്ടോസാണ്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോസ് നിങ്ങൾ കണ്ടില്ലേ, സ്ക്രീനിൽ വെക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് അല്ലേ, നല്ല പിക്ചേഴ്സ് ആണ്, നല്ല സൂട്ടാവുണ്ട് കോസ്റ്റ്യൂം. അതെ, അതായത് അവരൊരു മോഡലിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഏതൊരു എന്താ പറയുക കോസ്റ്റ്യൂം ഡിസൈനർ കൊടുക്കുന്ന കോസ്റ്റ്യൂമും അവർക്ക് വളരെ ആപ്റ്റാന്ന് തോന്നി കഴിഞ്ഞാൽ അവരത് വെയർ ചെയ്യും, അവരത് ഷോക്കേസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് എ പ്രൊഫഷൻ. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലി ചെയ്തൊരു കിഡിലൻ ഷൂട്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ രീതിയിലുള്ള ഒരു വൾഗാരിറ്റി അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ലല്ലോ? എനിക്ക് തോന്നിയില്ല. ടു ബി വൾഗാരിറ്റി തോന്നേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഇല്ല അതിനകത്ത്. ബിക്കോസ് അതൊരു പ്രൊഫഷണൽ ഷൂട്ടാണ്, അത് ആ കോസ്റ്റ്യൂമിന് വേണ്ടിയുള്ള ഷൂട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറം ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി ഇത് കണ്ടാൽ തോന്നുന്നവരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ചില കമൻറ്റുകളും പിന്നെ ഷെഫീന ബീവി ഇട്ടൊരു വീഡിയോ. ഓക്കെ, ദിസ് ഈസ് എ മേജർ കോൺട്രവേഴ്സി നോ. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഓക്കെ കറൻറ്റ് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് നമ്മളെപ്പോഴും പറയാറെന്താ, നമ്മളെ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മളെ സ്വാതന്ത്ര്യമാണ് അല്ലേ. ഒരു വ്യക്തിയുടെ വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അയാളുടെ വസ്ത്രധാരണം. ഇപ്പോൾ പക്ഷേ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അയാൾക്ക് ഓക്കെ ആണെങ്കിൽ അയാൾ ഇടട്ടെ, ആ രീതിയിലായിട്ടുണ്ട് ആൾക്കാരുടെ ചിന്തകളൊക്കെ. ഇനി അങ്ങനെ ഇടാൻ താല്പര്യമില്ലാത്തവരുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായിട്ടോ നിങ്ങൾക്ക് സൊസൈറ്റിയെ നോക്കിയിട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ചട്ടക്കൂടിനകത്ത് ജീവിച്ചു പോകാന്നല്ലാതെ ബാക്കിയുള്ളവരുടെ തലയിൽ വന്നിട്ട് ഇങ്ങനെയേ ധരിക്കാൻ പാടൂ, സ്ത്രീകൾ ഇങ്ങനെ ധരിച്ചാൽ എനിക്കിഷ്ടമുണ്ട് എനിക്കിഷ്ടമില്ല അതേ പറയാൻ പറ്റുള്ളൂ. നീ എന്തിനു ധരിച്ചു, നീ ധരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നം, ഒരു ന്യൂസൻസ്. സി, ഡ്രസ് ഇടാതെ നടന്നാൽ ദാറ്റ്സ് എ ന്യൂസൻസ് അല്ലേ. ഫുള്ള് അങ്ങനെ ഡ്രസ് ഇടാതെ നടക്കാൻ പറയുമ്പോഴേക്കും അങ്ങനെ പോകേണ്ടി വരും. അങ്ങനെ കുറെ അങ്ങനെയല്ല. അപ്പോൾ ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീന ബീവിയുടെ വീഡിയോ എവിടെ ട്രിഗർ ആവണമെന്നറിയോ? ഇവിടെ ഇപ്പോഴും എക്സ്ട്രീം ലെവൽ ഓഫ് സദാചാരം കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം വസന്തങ്ങളുണ്ട്. ഓക്കെ, അവരുടെ ഒരു മൗത്ത് പീസായിട്ടാണ് ഈ ഷെഫീന ബീവി അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ പുറത്തു വന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറയാം പണ്ടത്തെ മറ്റേ സ്ത്രീ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. അതായത് സ്വാതന്ത്ര്യം നേടിയെടുത്തതല്ലേ, മാറുമറയ്ക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ചു വരാം. ബട്ട് ഈ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷൻ അനുസരിച്ച്, ക്ലൈമറ്റ് അനുസരിച്ച്, ഇത് കുറേ വേരിയബിൾസ് വരുന്നൊരു സാധനമാണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ്, അതാണ് സാധനം. കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് അയാളുടെ പേഴ്സണൽ ഫ്രീഡം ആണ്. അതിനകത്തേക്ക് നിങ്ങളെ സദാചാര കണ്ണു വെച്ച് നോക്കി സംസാരിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ എന്നുള്ളൊരു സാധനം സൊസൈറ്റി ചോദിക്കും. ഓക്കെ, അതാണിപ്പോൾ ഷെഫീന മാത്രമാണ് പ്രശ്നം എന്നേ പറയാൻ പറ്റും. അതെ, ഇനി അതിലുപരി സൊസൈറ്റിയോടുള്ള ഒരു എന്താ പറയുക അതിഭീകരമായിട്ടുള്ള നിങ്ങളുടെ ഒരു തരം എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഇതേപോലുള്ള ശിലകളുണ്ട് അല്ലേ, ശില്പങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകൂടാതെ ഫുൾ നെയ്ക്കഡായിട്ട് പ്രശസ്തമായ ശിലകളും ശില്പങ്ങളും അടക്കം പലതും. ഇതൊക്കെ ഒരാൾ ലൈംഗികതയുടെ കണ്ണിലൂടെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ വൾഗാരിറ്റിയാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ലേഡി അവരുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യം മൊത്തം സൊസൈറ്റിയിലെ ആണുങ്ങളെ വഴി തെറ്റിക്കാനും ട്രിഗർ ചെയ്യാനും വേണ്ടി നീ ഇത് ചെയ്തില്ലേ, അല്പവസ്ത്രധാരിണിയായി നടന്നില്ലേ, ഇവരിങ്ങനെ വസ്ത്രം ധരിച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ബസ്സിൽ നാളെ കയറി ഏതെങ്കിലും ഒരു വീട്ടമ്മയെ ഒരാൾ തോണ്ടിയാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവളെപ്പോലെ ഡ്രസ്സ് ചെയ്യുന്നവർക്കല്ലേ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഹൗ ഇമ്മച്വറെന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ സമൂഹത്തിനൊരു വിപത്താവണത് നിങ്ങളെ പല സംസാരങ്ങളും കാരണം നിങ്ങൾ പലതും നിർത്തി വെക്കേണ്ടി വരുന്നു പറയേണ്ടി വന്നാൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇതെന്താ വിഷയം എന്ന് അറിയാം, ഷെഫീന ബീവിനെ പലരും എടുക്കാത്തതും സംസാരിക്കാത്തതും. ഇപ്പോൾ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ്, നമുക്കൊക്കെ എക്സ്പീരിയൻസ്. നമ്മൾ ഞാനൊന്നും ഷെഫീനാനെ ചീത്ത വിളിച്ചോ തെറി വിളിച്ചോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം ഈ അടുത്ത കാലത്തൊന്നും ഷെഫീന ബീവി എന്ത് പറഞ്ഞാലും അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം.
അവരത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു നമ്മളെ വരും. അല്ല, ഇപ്പൊ അത് ഈ ഈ വസ്ത്ര വീഡിയോനകത്തും സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് ഇത്. അതെ ഇപ്പൊ അഭിപ്രായം പറയാനുള്ളത്. വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഈ വീഡിയോനകത്തും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളെ ഫ്രീഡത്തേക്ക് നമ്മൾ കൈകടത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രീഡം കട്ട് ചെയ്യാനോ നമ്മൾ വരുന്നില്ല. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ എവിടെയും നിങ്ങളെ തെറി വിളിക്കുന്നോ ചീത്ത പറയുന്നോ ഇല്ല, അത് വേറെ കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മളെ വന്ന് തെറി വിളിക്കാം ആസ് യൂഷ്വൽ, ചീത്ത പറയാൻ നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട, ഈ പറഞ്ഞതൊക്കെ തന്നെ മതി. യു വിൽ ഗെറ്റ് പ്രൊവോക്ഡ്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം, നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യം. അപ്പോൾ ഷെഫീന ബീവിയുടെ കാര്യം ഞാനിവിടെ എടുത്തു പറയാനുള്ള റീസൺ എന്താ വെച്ചെങ്കിൽ, അവരുടെ വീഡിയോ എന്നാണ് ഇതിൻ്റെ ട്രിഗർ പോയിന്റ് വന്നത്. അവരുടെ കാര്യം പറഞ്ഞിട്ട് അവർ പോയി. അവരെ എൻഡോസ് ചെയ്യാനും അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കാനും ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളത് അവരുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കുമ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വീഡിയോസ് ഇനി എടുത്ത് പ്ലേ ചെയ്യുന്നില്ല, ബിക്കോസ് അത് വീണ്ടും ഈ പറഞ്ഞ ദയാ സുജിത്തിന് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാവും. കാരണം അത്ര മോശമായിട്ടാണ് ആ വീഡിയോനകത്ത് ഇവരുടെ കാര്യങ്ങൾ, മഞ്ജു പിള്ള അമ്മേനെ അടക്കം വലിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ, ഇപ്പോൾ ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ ഒന്നും അല്ലാത്ത രീതിയിൽ പറയുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അത് ഞാൻ ഇനി എടുത്തു വെച്ച് ഒന്നും പറയുന്നില്ല. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അവർ പറഞ്ഞിട്ട് പോയി. ഇനി നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാമല്ലോ. ആ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവരുടെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഇൻ്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, സ്നേഹയാണ് ഇൻ്റർവ്യൂവർ, സ്നേഹ ചോദിക്കുന്നുണ്ട് എന്താണ് ആക്ച്വലി ഈ ഇൻസ്റ്റാഗ്രാമിലും അവിടെയൊക്കെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൈബർ അറ്റാക്കുകൾ കമൻറ്റ് ബോക്സിനകത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? ആൻഡ് നെപ്പോ കിഡ് കൂടിയാണ്, മനസ്സിലായോ? ഒരു സെലിബ്രിറ്റി കിഡ് എന്ന് പറയുമ്പോൾ നെപ്പോ കിഡാണ് ആര്? ദിയ സുജിത്ത്. അപ്പോൾ അമ്മയുടെ ഒരു തരം എന്താ പറയുക പ്രിവിലേജ്, അമ്മ ആസ് എ സെലിബ്രിറ്റി ആ ഒരു പ്രിവിലേജിൽ ജീവിക്കുന്ന ഒരു നെപ്പോ കിഡ് എന്നുള്ള രീതിയിൽ സൊസൈറ്റി നിങ്ങളെ അളക്കാനൊരു അളവ് പോലും കൊണ്ടുവന്നാൽ അതിൽ വരുന്ന ബുള്ളിങ് ആൻഡ് കമൻറ്റ്സ്, അതിനെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു? ഹൗ യു ടാക്കിൾ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനകത്ത് മഞ്ജു പിള്ളയും സംസാരിക്കുന്നുണ്ട്, ദിയ സുജിത്തും സംസാരിക്കുന്നുണ്ട്. അത് കൂടി ഒന്ന് പോയി നോക്കാം നമുക്ക്. അതിന് കുറച്ചൊരു സീരിയസ് ടോപ്പിക് ആണെന്നാ കുഴപ്പമില്ല. ഇപ്പോ നെപ്പോക്കിഡ് ആണെന്ന് പറഞ്ഞാൽ എന്നാൽ അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് കൂടുതലും വരിക സോഷ്യൽ മീഡിയയിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ആളുകൾക്ക് അത് കമന്റ് ചെയ്യാൻ തോന്നും, നെഗറ്റീവ് അഭിപ്രായം വരും, രണ്ടഭിപ്രായങ്ങൾ വരും, കോൺട്രവേഴ്സി ആവും. അപ്പൊ എനിക്ക് തോന്നുന്നു ദയക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങള് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? പണ്ട് തുടക്കത്തിൽ ഭയങ്കര കോമഡി ആയിരുന്നു. ഇവരിടുമ്പോ ഇവരെന്തിനാ ഇടുന്നത്? ആ ഒരു കോമഡി ഇതിലായിരുന്നു. അമ്മ പറയും മൈൻഡ് ആക്കണ്ട, ഇഗ്നോർ ഇറ്റ്. പക്ഷെ ഞാൻ നോക്കും, കുറച്ച് റിപ്ലൈ ഞാൻ നോക്കും, ഓരോ കമന്റ് ഞാൻ നോക്കും, ഓരോ റിപ്ലൈ നോക്കും. അവരുടെ ഇൻസെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു അവർ പ്രൊജക്ട് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ല അമ്മയുടെ അച്ഛന്റെ മകൾ, എനിക്ക് കിട്ടിയതാണ്. ഒബ്വിയസ്ലി ഞാൻ അതിന്റെ പ്രിവിലേജ് എടുക്കുകയാണെങ്കിൽ അത് എടുക്കും, അത് യൂസ് ചെയ്യും. ഞാൻ ആ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ആക്കില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഞാൻ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്, എനിക്ക് തുണിയില്ലാതെ പിക്ചർ എടുക്കിട്ടാന്നേ ഉള്ളൂ അവര് പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷെ ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്, അതേ ഞാൻ ചെയ്തുള്ളൂ. അതിൽ കുറെ ഹീറ്റ് കമന്റ്സ്. ഒരു ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. ഒരു ചേച്ചി എനിക്ക് റിപ്ലൈ ആണത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് യു ഷുഡ് ഗെറ്റ് റേപ്ഡ്. എന്റെ കമന്റിലല്ല, പേഴ്സണലി മെസ്സേജ് അയച്ചതാ. ഞാൻ അവരുടെ ബയോ എടുത്ത് നോക്കിയപ്പോ കൊച്ചിനെയും കൊണ്ടാണ് നിക്കുന്നത്, മകളെയും കൊണ്ടാണ് ആ അമ്മ നിക്കുന്നത്. എന്നിട്ട് മറ്റെന്ത് ബൈബിളിലെ ഒരു വേഴ്സും ഉണ്ട്, മറ്റേ 1-2 എന്തൊക്കെയോ പറഞ്ഞ ദൈവത്തിനെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സി ഇതിൽ അവരവരുടെ പ്രൊഫഷണൽ പോയിന്റ് ഓഫ് വ്യൂ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് ഇതിന് ശേഷം വന്ന വീഡിയോ ആണത്? അല്ല, ഇത് ഇതിന് മുമ്പേ അവർ കാര്യങ്ങൾ സംസാരിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്, നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ്സും അവരത് എൻഡോസ് ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി പറയുന്നുണ്ട്. സി ആസ് എ നെപ്പോ കിഡ്, അത് നെപ്പോ കിഡ് എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല, ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും മകളായിട്ട് ജനിച്ചു എന്നുള്ളത്. പിന്നെ അതിൻ്റെ പ്രിവിലേജ്, സി നെപ്പോ കിഡ്സ് അവരതിൻ്റെ പ്രിവിലേജ് യൂസ് ചെയ്ത് അത് ടാർണിഷ് ചെയ്ത് കളയുമ്പോഴാണ് ആക്ച്വലി എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ വാട്ട് ഈസ് ദുൽഖർ ഹാവ് ഡൺ? നെപ്പോ കിഡാണ്, ബട്ട് ഈ സക്സസ്ഫുൾ. അതെ, സക്സസ്ഫുൾ ആണ്. ടൈപ്പ് ഓഫ് ആണ് നമ്മളെ അല്ല, ഈ ഇതിന്റെ വേറൊരു ഓപ്പോസിറ്റ് വേർഷൻ ഉണ്ട്. ആരാ? മാധവും സുരേഷ് ഗോപിയും സക്സസ് ആവണ വരെ നാട്ടുകാർ നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ആഘോഷിക്കും. അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിസിസം പറയും. വൺസ് യു ഗെറ്റ് സക്സസ്ഫുൾ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പറ്റിയാൽ
That's it. ഒരേ ആളുകളിന് രണ്ടും പറയും, അതെ. കണ്ടോ ഇത് ഇയാളെ മോനാണ്, ഫഹദ് ഇത് ഫാസിൽ. ഇയാളെ മോനാണ്. ഫഹദ് അങ്ങനെയും ഫാസിൽ പറയും. അതെ, അതെ. ആദ്യം വന്നപ്പോ ചെയ്യുന്നു ഉം. എന്താ ചെയ്യണ ഫാസിലിന്റെ മോൻ. ഉം. രണ്ടാമതായപ്പോഴത്തേക്ക് ഫഹദ് ഫാസിൽ. കാണിക്കാതെ വെക്കൂല, അത് ഫാസിലിന്റെ മോനാണ് അത് എന്ന് പറയും. അപ്പൊ അത് നിങ്ങളുടെ കയ്യിലാണ്. ആസ് എ നെപ്പോക്കിറ്റ് അത് നിങ്ങളുടെ കയ്യിലാണ്, സൊസൈറ്റിയെ കൊണ്ട് നിങ്ങൾ എന്ത് പറയിപ്പിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നെപ്പോക്കിറ്റ് ആയി ജനിക്കുന്നത് ഇവരുടെ തെറ്റുമല്ല. അപ്പൊ അത് അതിലെങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു സാധനം. പിന്നെ ഈ പറഞ്ഞ ഒരു കമന്റ് ഇപ്പൊ ഇവർ പറഞ്ഞില്ലേ, സിമിലർ സാധനം തന്നെയാണ് ഷെഫീന ബീവി പറഞ്ഞിട്ടുള്ളത്. സൊസൈറ്റിക്ക് അകത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ പക്ഷെ അതെനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും, അത് ഒരു കാലത്തും കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു അല്ല, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. മാഞ്ഞു പോകും. ഓരോ ജനറേഷൻ പിന്നോട്ട് പോകും തോറും. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് ഒരു 30-40-50 വയസ്സിലിരുന്നവരല്ല ഇപ്പം ആ വയസ്സിലിരിക്കുന്നത്. ഓക്കെ, അവർ മൂവ് ഓൺ ആയി. ജനറേഷൻ ഇങ്ങനെ മാറുമ്പോൾ, ഏജ് കാറ്റഗറി ഇങ്ങനെ മാറുമ്പോൾ, ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ആൾ ഒരു 20 വർഷത്തിന് ശേഷം 40-50 വയസ്സിൽ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമേ ചിലപ്പോൾ കാണില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാലഘട്ടത്തിൽ ഇതേപോലെ ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് എക്സ്പോസ്ഡ് ആണ്. ഒരു 20 വർഷം മുമ്പുള്ള ഒരു സ്ത്രീയോട് പോയിട്ട് ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ ചാനൽ മാത്രമേ അറിയൂ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 10-25 വയസ്സായിട്ടുള്ള ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോഴും ഉണ്ടല്ലോ കുലപുരുഷനും കുല സ്ത്രീയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിങ്ങനെ എണ്ണം കുറവായി. എണ്ണം കുറഞ്ഞു, അത് മനസ്സിലായി. എണ്ണം കുറഞ്ഞു. പണ്ട് 100 ഉണ്ടെങ്കിൽ ഇപ്പൊ 10 ഉള്ളൂ. പക്ഷെ ആ 10 തൊല്ലിയാണ്, അതെ, 10 ശല്യാണ്. അത് വേറെ കാര്യം. അപ്പൊ ഇത് കുറയും. ഇതെന്താ പറയുക, ഇത് പതിയെ വംശനാശം വരുന്ന ഒരു തരം കൂട്ടരാണ്. ഗ്രാജുവലി ചത്തു തുടങ്ങി പോവും. പക്ഷെ അതുവരെ ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, പ്രതീക്ഷിക്കും വേണം, ഇതിനെതിരെ ഫൈറ്റ് ചെയ്യും വേണം. കാരണം ഞാൻ പറഞ്ഞു, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ചെന്ന് അയാൾ എന്ത് വസ്ത്രം ധരിച്ചു എന്നുള്ളത് ചോദ്യം ചെയ്യുമ്പോൾ ആ വസ്ത്രധാരണം കൊണ്ട് സൊസൈറ്റിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈം നടന്നിരിക്കണം. ഇവിടെ ദിയാ സുജിത്തിന്റെ ഒരു ഫോട്ടോ വന്നതിന് ശേഷം ഷെഫീന ബീവിക്ക് അറിയുന്നതോ അല്ലെങ്കിൽ ഈ കമന്റ് ഇട്ട ചേച്ചിക്ക് അറിയുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് ആ ഫോട്ടോ കണ്ടതിന് ശേഷം പേഴ്സണലി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഇവർ ഈ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇനി പ്രശ്നം വരുമോ എന്നുള്ള ചിന്ത കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? നാളെ ഒരു സ്ത്രീ സാരി എടുത്ത് അല്ലെങ്കിൽ നാളെ ഒരു വീട്ടമ്മ ബസ്സിൽ കയറിയ അവളെ കയറി പിടിക്കാൻ ദിയാ സുജിത്തിന്റെ ഫോട്ടോ കണ്ടൊരു ഞരമ്പൻ. നിങ്ങൾ പറയുന്നതിലൊരു സയൻസിന്റെ വിഷയം തന്നെ എന്താ അറിയോ? ദയാ സുജിത്തിന്റെ വീഡിയോ കണ്ടിട്ട് അതിനോട് ഒബ്സസ്ഡ് ആയിട്ട് അതിൽ ഭയങ്കര താല്പര്യം തോന്നിയ ഒരാള് ദയാ സുജിത്തിനോടേ ആ ആക്ടിന് പോവായിരിക്കുള്ളൂ. ഒരിക്കലും ദയാ സുജിത്തിന്റെ ഫോട്ടോ മനസ്സിൽ വെച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയണത് ആരാണോ ഞാൻ ഇന്നൊരാളെന്നല്ല, അയാളെ ആ പറയുന്ന ആളുകൾക്ക് എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പൊ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് അതാണ്. അതായത് ഒരിക്കലും എന്താ പറയുക, ഞാൻ പറയുന്നില്ല ഇതുപോലെയുള്ള എന്താ പറയുക, ഇപ്പൊ ഇവരൊരു പ്രൊഫഷണൽ എന്താ പറയുക ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പ്രൊഫഷണലാണ്. ചിലപ്പോൾ ഇതേപോലെ വസ്ത്രങ്ങൾ ധരിച്ച് ആളുകളെ അട്രാക്ട് ചെയ്ത് അവരിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇല്ലാന്ന് ഞാൻ പറയില്ല. അല്ല, അവർക്കത് സൂട്ട് ആവണമെന്നുകൊണ്ടാണല്ലോ ഈ പരസ്യം ചെയ്യുന്ന ആളുകൾ ഇത് കൊണ്ടു കൊടുക്കുന്നത്. ഇത് ഇവരുടെ പ്രൊഫഷണൽ സൈഡ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് പറയുമ്പോഴും ഞാൻ ഒരിക്കലും കട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഇതുപോലെ വസ്ത്രങ്ങൾ ധരിച്ച് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരെ മോഹിപ്പിച്ച് അവരെ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതുമില്ല നമുക്ക് പറയാൻ പറ്റില്ല. ദെയർ ആർ എ മിനിമം ഗ്രൂപ്പ് ഓഫ് ആളുകൾ, വെരി മിനിമം ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന. അതെല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് ഇല്ലേ? എല്ലാ ഇൻഡസ്ട്രിയിലും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് അതിലെവിടെയെങ്കിലും ഒക്കെ ഒരു മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ ഫ്രോഡ് ആക്കാൻ പറ്റും, സ്കാം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് പണിയെടുക്കുന്നവരുണ്ട്. പക്ഷെ അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് പറയേണ്ട കാര്യം എന്താണ്? അല്ല, അവർക്ക് ഇവർ സംസാരിക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പ്രൊഫഷനാണ്, ഇത് ഞാൻ താല്പര്യത്തോട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ആത്മവിശ്വാസമാണെന്ന് പറയാനുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അതെ, ഇതാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നില്ല ദയാ സുജിത്തിന്റെ ഫോട്ടോസ് കണ്ടിട്ട് നാളെ ഒരു വീട്ടമ്മ എവിടെയെങ്കിലും ആരെങ്കിലും കയറി പിടിച്ചു, അല്ലെങ്കിൽ ഒരുത്തൻ കയറി പിടിച്ചു ഒരുത്തൻ ഞാൻ ദയാ സുജിത്തിന്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളുടെ ഫോട്ടോ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ തന്നെ പറയുന്ന ഒരു മാന്യമായ വസ്ത്രധാരണത്തിന്റെ മീറ്ററിൽ വരുന്ന സാധനങ്ങളാണ് പർദ്ദ, സാരി, അല്ലെങ്കിൽ ഫുൾ അടച്ചുറപ്പുള്ളതെന്ന് നിങ്ങൾ തന്നെ സ്വയം പറയുന്ന കുറേ ഡ്രസ്സുകൾ. അതായത് നിങ്ങൾ ബോഡി പാർട്സ്, അതായത് നേവൽ കാണാൻ പാടില്ല, ക്ലീവേജ് കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചുരിദാറിട്ട ഒരു സ്ത്രീയൊക്കെ പോകുമ്പോൾ അതിന് മുന്നേ പോയിട്ട് ഇങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചൊക്കെ നിൽക്കണം. അല്ല, അതെന്നെ പ്രശ്നമാണ്. മനസ്സിലായി? ഈ ഞരമ്പ് രോഗം, അതായത് ഈ കുൽസിത ചിന്താഗതി ഉള്ളവന് ഒരു പർദ്ദ ഇട്ട് പോകുന്ന താത്താൻ്റെ ദേഹത്ത് കാറ്റടിച്ച് പർദ്ദ ദേഹത്ത് ഒട്ടിയാലടക്കം ഞരമ്പ് അവന് തോന്നും.
അത് അവൻ്റെ മാനസിക അതായത് വൈകല്യമാണ്. പറഞ്ഞ നമ്മൾ ആ ഞരമ്പിന് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അതിന് ഏറ്റവും നല്ലത്. അത് അങ്ങനെയുള്ള വ്യക്തികൾ കണ്ട് ചെയ്യുന്ന, സൊസൈറ്റിയിൽ ചെയ്യുന്ന വൃത്തികേടുകൾ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള ആളുകളുടെ തലയിൽ കൊണ്ടുവന്ന് ഇടുന്നതിനോട് യോജിപ്പില്ല. നമുക്ക് അത് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും. അതെങ്ങനെ ശരിയാവും? അതായത് ഒരു കുറച്ച് കൂട്ടം രതിവൈകൃതമുള്ള ചിന്തിക്കുന്ന ആളുകൾ, ഇതേപോലെ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യാൻ നടക്കുന്ന ആളുകൾ, അവർക്കൊരു മോട്ടിവേഷനാണ് ഇതേപോലെ എന്താ പറയുക ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകൾ എന്നുള്ളത്. അത് അട്രോഷ്യസ് ആണ്. അത് ഭയങ്കര എന്താ പറയുക വൃത്തികെട്ട ചിന്താഗതിയാണ്. ഇത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് തന്നെ എന്താണ് ഒരു ഫ്രീഡത്തിന് തന്നെ വിലങ്ങുതടിയാണ്. ഇത് ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഓരോ വ്യക്തികളെയും എടുത്താണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ നാളെ നിങ്ങളുടെ അടുത്തൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ല. മനസ്സിലായോ? അടുത്തൊരു സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനാണ് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചുറ്റുപാടുമുള്ള ആരെങ്കിലും, ഇപ്പോൾ എൻ്റെ വൈഫാവാം, പെങ്ങളാവാം, ആരെങ്കിലും ആവാം, ഇഫ് ദേ ആർ കംഫർട്ടബിൾ ഇൻ ദെയർ ഡ്രസ്, ഞാൻ പോയിട്ട് നാളെ മറ്റേ കാണുന്നുണ്ട് അതെടുത്ത്, അതിൻ്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ ഒരു സിറ്റുവേഷനൊക്കെ അത് ഭീകരതയാണ്. കാരണം എന്താ, ഇതൊക്കെ ഇപ്പോഴും സംസാരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നല്ലോ ആലോചിക്കുമ്പോൾ സത്യത്തിന് നല്ല സങ്കടമുണ്ട് പോലെ. ഈ മഞ്ജു പിള്ള ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. മഞ്ജു പിള്ള ഇതേപോലെ കമൻറ്റ് വന്നപ്പോൾ 34 അമ്മ എന്നുള്ള രീതി, ഇപ്പോൾ ഈ ഷെഫീനയുടെ വീഡിയോയിലാണെങ്കിലും മഞ്ജു പിള്ളേനെ ഭയങ്കരമായിട്ട് നീ ഒരു അമ്മയാണോ, നിനക്ക് മകളെ അങ്ങനെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെരി സക്സസ്ഫുൾ വുമൺ, വെരി സക്സസ്ഫുൾ ലേഡി. ആസ് എ മദർ ഷീ ഈസ് വെരി സക്സസ്ഫുൾ. ബിക്കോസ് അവർ ഭയങ്കര ബോൾഡ് ആണെന്നാണ് ഇതിന്റെ അർത്ഥം. മോളെ എങ്ങനെ ഡ്രസ് ചെയ്യാൻ അനുവദിക്കുന്നില്ലേ? ചിലപ്പോ അമ്മമാര് പ്രശ്നം ഉണ്ടാക്കുമല്ലോ ശരിക്കും. എനിക്ക് ബോൾഡ് അല്ല, മകളിലുള്ള കോൺഫിഡൻസ്. ഷീ ഹാവ് കോൺഫിഡൻസ്. അതായത് സ്വന്തം മോളുടെ പ്രൊഫഷൻ, ഞാൻ ബോൾഡ് എന്ന് പറഞ്ഞത് സ്വന്തം മോളെ അതെന്താ പറയുക ഒരു അംഗീകരിക്കലാണ് ശരിക്കും. അത് എന്റെ മോൾക്ക് അത് ഓക്കെയാണ്, അവളത് ചെയ്യുന്നത്. ലൈക്ക് എന്താ പറയാ, അവളുടെ ലൈഫ് ലെവലിലുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തു, അതിൽ ഷീ ഈസ് വെരി സക്സസ്ഫുൾ. പിന്നെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കൊടുക്കാനും കൊടുക്കേണ്ടാത്തയും കാര്യങ്ങളൊക്കെ ആ അമ്മയ്ക്ക് അറിയാം. എല്ലാ കുട്ടികൾക്കും അമ്മമാരും അച്ഛന്മാരും ഒരേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് വളർത്തുന്നത്, എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത്. പിന്നെ മാത്രല്ല ഈ ഷെഫീന ബീവിനെ പോലെ ആയിരിക്കണം എന്നല്ല, ഇവരിതൊക്കെ കണ്ടും ഇത് കാര്യങ്ങളൊക്കെ മുന്നിലൊക്കെ അറിഞ്ഞൊക്കെ വളർന്ന ഒരാളായിരിക്കും. ഷെഫീന ബീവിക്ക് അതൊരു കാണാത്ത കാഴ്ചയായിരിക്കും ചിലപ്പോ. അവർക്ക് അങ്ങനെയല്ലല്ലോ. മേ ബി എനിക്ക് തോന്നുന്നത് ഷെഫീന ബീവി മാത്രമല്ല, ഷെഫീന ബീവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ്. അതെ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം എന്ന് മാത്രമേ ഉണ്ടാവൂ. ഒന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയൊരു ലൈഫായിരിക്കാം. കാരണം ചില ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെയൊക്കെ റിലേഷനിലുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഡ്രസ്സിങ് എന്താ, പണ്ട് കാലത്ത് നമുക്കൊന്നും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. അപ്പം മനസ്സിനകത്ത് എന്താ തോന്നണേ, നമുക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് അവരിടുമ്പോൾ ഇവരെ രണ്ട് കുറ്റം പറയാം, ചീത്ത പറയാം. അതിനുവേണ്ടി ഇവർ കണ്ടെത്തുന്ന വഴി എന്താ, ഈ വസ്ത്രധാരണത്തിലൂടെ നീ പുറത്തു പോയാൽ നീ പീഡിപ്പിക്കപ്പെടും. ഇതാണ്, നീ പീഡിപ്പിക്കപ്പെടുന്നാണ് പറയുന്നത്. ഇതെന്താ പറയുക, ഇതാ സ്ത്രീയോട് മാത്രം നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടല്ല, ഈ നാട്ടിലെ ആൺ സമൂഹത്തിനെ ഒന്നടങ്കം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്. മനസ്സിലായോ? ഒരു നേവൽ കാണിച്ചോ, ഒരു ക്ലീവേജ് കാണിച്ചിട്ടോ ഒരു ലേഡി ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി ആ ലേഡിക്ക് അത് കംഫർട്ടബിൾ ആണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ആണുങ്ങളും ആ പോണ പെണ്ണിന്റെ ക്ലീവേജും നേവലും നോക്കൂ. അല്ല, ഇവർ ചിന്താഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിലെ എല്ലാ ആണുങ്ങളും അതിന് നിൽക്കുക. അത് നോക്കുന്ന ഞരമ്പന്മാരുണ്ടെങ്കിൽ അത് അവരുടെ വളർത്തു ദോഷം അല്ലെങ്കിൽ സംസാരിച്ചത് പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ടോ ആണുങ്ങൾക്ക് വേണ്ടിട്ടോ അല്ല. ഇത് ഇവർ അതേ ഒരു രീതി ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ. അതാണ് എക്സാക്ട്ലി സദാചാരം എന്ന് പറഞ്ഞ സാധനത്തിന്റെ അളവുകോലിൽ ഇവർ വെച്ചിട്ടുള്ളത് എന്താ, അതായത് ഉത്തമ കുലസ്ത്രീ. ആ ചിന്തയിൽ നടക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചിന്തയിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കുലസ്ത്രീന്റെ ഡ്രസ്സിംഗ് രൂപം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. സാരിയാണോ ഉദ്ദേശിച്ച കുലസ്ത്രീന്? സാധാരണ നമ്മൾ കുലസ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സാരി കൊടുത്ത് ചന്ദനക്കുരൊക്കെ തൊട്ട് നിൽക്കണൊക്കെ ആണല്ലോ. അല്ല, അത് പലർക്കും പല പെർസ്പെക്റ്റീവാണ്. ചിലർക്ക് കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് മാത്രമായിരിക്കില്ല. പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാവണം ഭാര്യ, അത് കുലസ്ത്രീയാക്കി ചിന്തിക്കുന്നവരുണ്ട്. ഭർത്താവിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുന്ന ഒരു സ്ത്രീയെ കുലസ്ത്രീ എന്ന് വിളിക്കുന്നവരുണ്ട്. ഭക്തിമാർഗത്തിൽ മാത്രം പോകുന്ന ഒരാളെ കുലസ്ത്രീ എന്ന് വിളിക്കുന്നവരുണ്ട്. ഒരുപാട് കുലസ്ത്രീകൾക്ക് ജീവിക്കുന്ന സ്ത്രീകളെയും കുലസ്ത്രീ എന്ന് വിളിക്കും. അപ്പൊ അതാണ്
കുലസ്ത്രീക്ക് പല ഡെഫിനിഷനാണ്. അതൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലെ ഒരു കുല എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമാണ് അവർ. ഇത് കുല പുരുഷനും ഉണ്ട് കേട്ടോ, ഇത് തിരിച്ചുമുണ്ട്. ഇല്ലാന്ന് സ്ത്രീ എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. കുലകൾ എങ്ങനെ ആവണം എന്നുള്ളത് കുലകളായിരിക്കും ആളുകൾ അതങ്ങനെയുള്ളൂ. അത് കുല പുരുഷനും ഇതിനകത്തുണ്ട്, കുല സ്ത്രീയും ഇതിനകത്തുണ്ട്. ഓക്കെ, വാട്ടർ. അപ്പൊ മഞ്ജു പിള്ളേന്റെ കേസിക്ക് വരാം. വിവരമില്ലാത്ത കുറേയും മഞ്ഞക്കാരിരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിതോപാധി, വല്ലവന്റെ ലൈഫ് വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. എനിക്ക് സഹതാപമുള്ള അവരടുത്ത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോ അവർ ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവന്റെ ജീവിതം വിട്ട് ജീവിക്കുന്ന ആൾക്കാര്. അവർക്ക് എന്ത് റെസ്പെക്ട് നമ്മൾ കൊടുക്കണ്ടേ? എന്ത് റെസ്പെക്ട് അവർക്ക് കിട്ടുന്നു? നമ്മൾ അങ്ങനെ ചിന്തിച്ചാ പോരെ? ഞാൻ വെല്ലുവിളിക്കുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും രാത്രി ഉറക്കമില്ലാതെ നമ്മള് ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവര് തയ്യാറാണോ? അവർക്ക് അതുകൊണ്ട് പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ കുഞ്ഞെ. ഞാൻ പറയുന്നത് അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ, പണിയെടുക്കാൻ പറ്റില്ല. എന്തിനാ? ഞാൻ അവരുടെ ചെലവിലല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവര് പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം തുറയ്ക്കാൻ ഞാനില്ല. അവരാരാ? ഈ ഒരു സീൻ കാരണം ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോ പാപ്പരാജീസ് ആണെങ്കിലും വന്ന് മിണ്ടുന്നവരാണെങ്കിലും ഇവര് വന്ന് ഹായ് മഞ്ജു ചേച്ചി വാവും ഭയങ്കര വലിയ ഫാൻ എന്ന് പറയുന്നത് ചിലപ്പോ ഇവര് തന്നെ ആയിരിക്കും കമന്റ് ഇടുന്നത്. ആണ്, അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ചിലപ്പോ ഇവര് തന്നെ ആയിരിക്കും, നമുക്ക് അറിയത്തോലുമില്ല. സോ നമ്മള് ഈ ഇങ്ങനെ ഇടുന്ന കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ ഞാൻ ഇപ്പൊ കമന്റ്സ് ഒന്നും നോക്കില്ല, പക്ഷെ എങ്കിലും ചിലത് നമ്മള് ചില ബ്ലൂ ടിക്ക് കാണുമ്പോ നമ്മൾ നോക്കൂല. പക്ഷെ അങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്കും ചില ഹേറ്റ് കമന്റ്സ് എനിക്ക് വളരെ കുറവാണ് വരുന്നത്. ഞാൻ ഇന്നാൾ ഒരാളുടെ നോക്കിയപ്പോഴത്തേക്കും അത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് മനസ്സിലായത്. 0 ഫോളോവേഴ്സ് ആണ്. അയാൾ ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇയാൾ ആരും ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഫേക്ക് അക്കൗണ്ട് ആണ്. ചില 100 ഫോളോവേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് അയാളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് അയാൾ തന്നെ 10 എണ്ണം തുടങ്ങി അയാൾ തന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അവരാണ് ഇങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളും ഇടുന്നത്. അവർക്ക് വേറെ ജോലിയില്ല. നമ്മൾ എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കണം, വിവരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോ വന്ന കമന്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നികളിക്കണ്ടെന്നുള്ള രീതി. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞു ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക തന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോ എനിക്ക് എന്താ അവന്റെ അടുത്ത് ആരാധന തോന്നുന്നു പറയുന്നവന്റെ അടുത്ത്. കൈ കിട്ടി അവളെ തല്ലി ഞാൻ കാലൊടിക്കും എന്റെ കൊച്ചിനെ പറയുന്നോടാ. അവൻ ആഫ്രിക്കയിലുള്ള ഒരുത്തനാണ്, മലയാളി. അവൻ അവിടെ ഇരുന്ന് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇട്ടിരിക്കും. അവനെ പപ്പ എടുത്തു. അപ്പൊ അന്ന് ഞാനൊരു ഇതില് പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കൂട്ടുമ്പോ അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോൾ ഇനിയിപ്പോൾ ഷെഫീന ബീവി പറഞ്ഞതിൽ ഷെഫീനയ്ക്ക് ഏത് രീതിയിലുള്ള റെസ്പോൺസ് ഇവർ കൊടുക്കുന്നുള്ളത് ദാറ്റ് വി ഡോണ്ട് നോ. ഷെഫീനയ്ക്ക് മാത്രമല്ല അതിനിടയിൽ കമന്റ് ഇട്ടവർക്കൊക്കെ ഇനഫ് ആയിട്ടുള്ള റെസ്പോൺസ് മഞ്ജു പിള്ള മേ ബി കൊടുക്കുമായിരിക്കും. അതിപ്പോ ഒരു വീഡിയോ ആയിട്ടൊന്നും ആണോ അതോ നിയമപരമായിട്ട് നീങ്ങുമെന്നുള്ളത് അവരൊരു അമ്മയാണ്. അതെ, അവരൊരു അമ്മയാണ്. എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ ഏതൊരു അമ്മയ്ക്കും മക്കളെ പറഞ്ഞാൽ വേദനിക്കും. ഓക്കെ, അതും ഇറലവൻ്റ് ആണ്. ഞാൻ എൻ്റെ മകളും മകനും ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ളവർ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ദാറ്റ്സ് കഥം ഓവർ. അൺടിൽ അൺലെസ് അതൊരു എന്താ പറയുക ഭയങ്കര ക്രൈമല്ല, ഇന്ത്യൻ നിയമപ്രകാരം അതൊരു ക്രൈം അല്ല എന്നുണ്ടെങ്കിൽ എന്റെ മോളും ഞങ്ങളെ ഫാമിലി ഒക്കെ ഓക്കെ ആണെന്ന് പിന്നെ അവിടെ ചോദിക്കാനും ചോദിക്കാറില്ല, പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നാണോ മാനവും കെട്ട് പിന്നെയും ചോദിക്കാൻ ചെല്ലുമ്പോൾ അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾ ചോദിക്കണോ പറയണോ എന്നുള്ളത്. ഇനി ഈ വിഷയത്തിൽ ഉണ്ണി അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വേറെ സംഭവം പറഞ്ഞില്ലല്ലോ, ഞാനത് സ്നേഹനോടും പറഞ്ഞിട്ടില്ല. ഒരു ചെങ്ങായി ഇതേപോലെ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ഒരാളുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് വീട് നിങ്ങൾക്കറിയാലോ, എൻ്റെ ഫേസ്ബുക്ക് ഇന്ത്യയിൽ ലോഗിൻ പോലും ഇല്ല, അത് വേറെ ആളെയില്ല, ഞാൻ തുറന്നിട്ടില്ല, നോക്കാറുമില്ല. പക്ഷേ കുറേ കാലം ഞാൻ വായിച്ചു, കുറേ കാലം ജിദ്വായി വായിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ. അതിലൊരു കമന്റ് ഇടുന്നൊരു തന്ത ഇതേപോലെ മലപ്പുറത്ത് ഏത് ഏരിയ എന്ന് ഞാൻ പറയുന്നില്ല,
ഒരു ഏരിയയിൽ നിന്ന് ഒരു ചെക്കൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ആ ചെക്കൻ എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് നോക്കുന്ന ഒരാളാണ്, വാച്ച് ചെയ്യുന്ന ആളാണ്. ഇവൻ ഈ തന്ത കമൻ്റ് എടുത്തും കാണാറുണ്ട്. അപ്പോൾ ഇവൻ എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഇയാളെ ഡീറ്റെയിൽസ് വേണമെന്ന്. ഞാൻ ഇത്രയും ഇവനോട് പറഞ്ഞിട്ടുള്ളൂ. ഇവൻ ആ തന്തേനെ അവിടുന്ന് അങ്ങാടിയിലിട്ടിങ്ങി നമ്മളെ ഈ ഭാഗത്തുള്ളവനെ ഇല്ല കുറച്ചാണ്ട് വണ്ടൂര് സൈഡ്, നിങ്ങളെ അമ്മേൻ്റെ വീടിൻ്റെ ആ സൈഡ്. അയാളെ ഭാര്യ ഒരു 60 വയസ്സുണ്ടായിരുന്നു അത്ര. അവരുടെ മകൻ്റെ കുട്ടികൾ, ഭാര്യ, ഇത്രയും പേരുണ്ടായിരുന്നു കാറില് അവരെ മുന്നിൽ വെച്ചിട്ട്. ഇവൻ ഫേസ്ബുക്ക് എടുത്തിട്ട് ഇതിന്റെ കമന്റ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇന്നെന്തൊരു കുറച്ചുകൊണ്ട് വോയിസ് അയക്കുന്നുണ്ട്. ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓനല്ല ഞാൻ കൊടുത്തേ, ആ തന്തേനെ മോന് ഞാൻ കൊടുത്തിട്ടുണ്ട്. തന്ത ലാസ്റ്റ് എന്താ പറയാൻ പറ്റാതെ വേർത്തപ്പം മകൻ വന്നിട്ട് വീട്ടിക്ക് വരിക വിളിച്ചോണ്ട് പോയിട്ട് ഇന്ന് ഫോണൊക്കെ പൊട്ടിക്കുക. നല്ല സി ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അതാണ് സൊസൈറ്റിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ഇതുപോലുള്ള എന്താ പറയാ ലിറ്ററലി വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. റെസ്പോണ്ട്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നൊന്നുമില്ല ഈ കാര്യങ്ങൾക്ക്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഇതുകൊണ്ടൊരു സീനുണ്ടായി. ദയാ സുജിത്തിനെ കൊണ്ട് ഒരു വിഷയമുണ്ടായി. അതായത് ഇവർ ഈ ഫോട്ടോ വീഡിയോ ഈ 3 വർഷം മുമ്പ് ഇട്ടതിൽ ആർക്കെങ്കിലും ഇന്ത്യൻ നിയമപ്രകാരം ഒരു സീരിയസ് സീനുണ്ടായി, എന്തെങ്കിലും ഒരു ട്രോമ സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു, ഇല്ലെങ്കിൽ ഇവരുടെ ഈ ഫോട്ടോ നോക്കി ഓടിക്കുന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ചു, അല്ലെങ്കിൽ നോക്കുന്ന ഒരാൾക്ക് വല്ലതും പറ്റിപ്പോയി, അങ്ങനെയൊക്കെയാണെങ്കിൽ ഇനി ഒന്നും പോട്ടെ, ഈ ഫോട്ടോ കണ്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വേറെന്തോ ഒന്നുകൊണ്ട് സംഭവിച്ച അയാൾക്ക് അതാണ്ട് അവസ്ഥയായി. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിനൊരു നിയമപരമായിട്ടുള്ള സാധനം കൊണ്ടുവന്ന് നോക്കി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ ഫോട്ടോ പബ്ലിക്കിൽ ഇടാൻ പാടില്ല എന്നുള്ള നിയമം ഒന്നും കൊണ്ടുവരല്ലേ പ്ലീസ്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, മെറ്റാ പ്ലാറ്റ്ഫോമിനകത്ത് അതിനകത്ത് മൈൽഡ് സെക്സ്, മൈൽഡ് ന്യൂഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലൈസൻസ് തന്നെ ഈ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കാണിക്കാൻ പറ്റാത്തത് കാണിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പ്ലാറ്റ്ഫോമിന് എന്ത് ചെയ്യും, പുൾ ഡൗൺ ചെയ്യും. ദെയർ ആർ ഗൈഡ് ലൈൻസ്. ഓക്കെ, അപ്പം അങ്ങനത്തെ എന്താ പറയുക നാട്ടുകാരെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയൊന്നുമായിട്ട് പോകാൻ നിൽക്കരുത്. ഇനി ഈ വിഷയത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ആ പോയിന്റ് വന്ന് നിർത്തിയത്. ഇത് എനിക്ക് വേണ്ടി ആ ചെക്കൻ ചോദിച്ചിട്ട് ആ കമന്റ് ഇട്ട തന്നേനതാക്കിയപ്പോൾ ഇവിടെ കൃത്യമായ ഒരു നിയമ നടപടിക്ക് ഷെഫീന ബീവി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഉണ്ണി വ്ളോഗ്സിൽ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അവർ ഇതിൻ്റെ നിയമവശങ്ങൾ വെച്ച് കംപ്ലൈൻറ്റ് കൊടുത്തതിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് നിയമപരമായ തെറ്റുകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം സെൽ ഓഫീസർക്ക് അയച്ച പരാതി ഞാൻ വായിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തൻ്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിങ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തൻ്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്.
4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദേയുടെ അച്ഛനെയും അമ്മയെയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛൻ്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്തു തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം. അതിൻ്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തുതന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം. ദേയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം. ദേയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷെഫീന ബീവി പറയുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. അതും വ്യക്തമായിട്ട് ഇങ്ങനെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കാര്യമാണ് അവർ കേസിനായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഐ വിൽ ടെൽ യു സംതിങ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. കൊടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കേസ് കൊടുക്കൽ മാത്രമേ അവിടെ നടക്കാൻ പോകുന്നുള്ളൂ. ആൻഡ് ദാറ്റ് കോൺഫിഡൻസ് മേക്ക് ദീസ് പീപ്പിൾ ടു സ്പീക്ക് മോർ അട്രോസിറ്റീസ്. അതാണ് അതിൻ്റെ റിയാലിറ്റി. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കും, ഷെഫീന ബീബി പോവും, ഷീൽ ഷോ ദ ഫോട്ടോ, എന്താണ് ദിയ സുജിത്തിൻ്റെ ഫോട്ടോ. അവിടെ നിൽക്കുന്ന സാറ് ചിലപ്പോൾ ഇത് കാണുമ്പോൾ അയാൾ ചിലപ്പോൾ ഇതിനും വലിയൊരു കുലയായിരിക്കും. എന്നിട്ട് ദയാസുജിത്തിനെ വിളിച്ചിട്ട് അവിടുന്ന് സാറ് പറയാൻ പോണ എന്തായിരിക്കും എന്നറിയോ, മോളെ ഇങ്ങനത്തെ ഫോട്ടോസ് ഇട്ടിട്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നേ എന്ന് വെച്ചിട്ട് എൻ്റെ ഉപദേശവും കൊടുക്കും. ഇതാണ് മോസ്റ്റ്ലി, ഞാൻ അവിടുത്തെ പോലീസിങ്ങിനെ മോശം പറയുന്നതോ ഒന്നും അല്ലാട്ടാ, ബട്ട് ചില പോലീസുകാരല്ല, മോസ്റ്റ് മെജോറിറ്റി പോലീസുകാരും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഈ ഒരു ലൈനാണ് സ്വീകരിക്കാറ്. ദാറ്റ് ഹാസ് ടു ബി ചേഞ്ച് ചെയ്യണം. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ അത്യാവശ്യം ഇപ്പോൾ എന്താ പറയുക കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു വളരെ നല്ല ആഭ്യന്തരമന്ത്രി നമുക്കുള്ളപ്പോൾ ഇവിടുത്തെ സൈബർ സിസ്റ്റം ഒന്ന് അടിപൊളിയാക്കിയാൽ നന്നായിരിക്കും. നിങ്ങളിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ മാത്രമേ വെക്കുന്നുള്ളൂ, അവകാശവാദങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യം ആ തൂഫാനൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഒരു പ്രതീക്ഷ അത്രേ ഉള്ളൂ. അതന്നെ സൈബർ സിസ്റ്റത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല, സൈബർ കേസുകൾക്കോ സൈബർ സിസ്റ്റത്തേക്കോ നിങ്ങൾ ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും ഇറങ്ങി കിടക്കുന്ന. അപ്പോൾ ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ, കേസ് കൊടുത്തത് ഇറ്റ്സ് എ വണ്ടർഫുൾ ഇനീഷ്യേറ്റീവ്. കാരണം നാളുകളിൽ ഒരു സ്ത്രീയെയും ഇതുപോലെ അവരൊരു വസ്ത്രം ധരിച്ചത് കൊണ്ട് അവരെ കടന്നാക്രമിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയങ്ങൾ വരാതിരിക്കട്ടെ എന്നുള്ളതിൻ്റെ ഒരു പ്രിക്വേഷൻ വിച്ച് ഈസ് ഗുഡ്. ബട്ട് എവിടെ എത്തില്ല എന്നുള്ളത് ദാറ്റ്സ് എ ഹാർഷ് റിയാലിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ തന്നെ ഒരു കേസിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി വായിക്കുന്നുണ്ട്. വെക്കണോ? കുറച്ചും കൂടി അറിയേണ്ടവർക്ക് അറിഞ്ഞോട്ടല്ലേ. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും, അൺഫോർച്ചുനേറ്റ്ലി. ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബെറ്റ്മെന്റ്, ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ അപേക്ഷ
പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷതയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവൻറ്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടാവുക അറിയോ? ഉണ്ണി ഈ കുട്ടിയാണ് പെട്ടു. ഇനി നാളെ മുതൽ പ്രതീക്ഷിച്ചിരിക്കാം ഉണ്ണിക്കും ഈ കുട്ടിക്കും എതിരെയുള്ള സാരമല്ലാത്ത മോശമല്ലാത്ത രീതിയിലുള്ള അതൊന്നുമല്ല, വിഷയം ചീത്തവിളിയാണ്. വിഷയം ചീത്തവിളി. ഞാൻ പറഞ്ഞു, ഇവർ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് ഈ ക്രിറ്റിസിസം ചെയ്തിട്ടുള്ളത്. അതിനുള്ള അവരുടെ പോയിന്റ്സ് വെച്ച് വളരെ വ്യക്തമായിട്ട് കേസിലേക്ക് എങ്ങനെ പോകുന്നു എന്നൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. അപ്പോൾ ഷെഫീന ബീവി സംസാരിച്ച അതേ ഒരു ഫ്രീഡം സ്പേസിൽ ഇരുന്നുകൊണ്ട് ഇവരും സംസാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ സംസാരിക്കുന്നവരെ നിങ്ങൾ, ഇത് ഷെഫീന ബീവിനോട് പറയാനുള്ളൊരു കാര്യം ഇതിനകത്ത്, സംസാരിക്കാം, നിങ്ങൾക്കും സംസാരിക്കാം, നമുക്കും സംസാരിക്കാം. ആ സംസാരത്തിൽ എവിടെയും നമ്മൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കയറി ഹനിക്കുന്നില്ല. നിങ്ങളോട് സംസാരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളെ സംസാരത്തിനിടയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു മാന്യത അല്ലേ തിരിച്ചും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഇവര് കേസ് കൊടുത്തു, നിങ്ങൾ കേസിന് വഴിക്ക് ഡീൽ ചെയ്യും. അല്ലാതെ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ഉണ്ണീനെയും ഈ കുട്ടീനെയും വിളിച്ച് ചീത്ത പറയാനോ അവരെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും മോശം പറയാനോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് നിങ്ങളെ പല സാഹചര്യത്തിലും പലരും പലതും വിളിച്ച് പറയുമ്പോൾ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഭാഗം പറയാൻ വന്നില്ല. എങ്ങനെ വരും? നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെ വരും? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞല്ലോ, ക്രിറ്റിസിസം വരുന്ന ഒരു അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിസിസം എങ്ങനെയാണെന്നുള്ളത് നോക്കി വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് അവനാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ സൈബർ സ്പേസ് ക്ലീൻ ആവാൻ നമ്മൾ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആവും അത്. ഇനി അല്ല ഇങ്ങോട്ട് തെറി വിളിച്ച് വന്നാൽ അങ്ങോട്ട് 10 തെറി കൊടുക്കാം, ആ മൂഡാണെങ്കിലും ഓക്കെ. നമ്മളല്ലല്ലോ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യണേ. അതിന് പകരം നമ്മളെ തെറി വിളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ വരുന്ന സാധനങ്ങൾ ഇങ്ങനെ നെഞ്ചിരിച്ച് ഏറ്റെടുക്കാനേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താണെങ്കിലും ദിയ സുജിത്തിന് അവരുടെ ഫ്രീഡം ഉണ്ട്. അവരിവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല അവരെങ്ങനെയാണോ അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത്. അതെ. പിന്നെ അവരെ ഹരാസ് ചെയ്യുന്ന ഇതേപോലുള്ള സദാചാര കണ്ണുവെച്ച് നടക്കുന്നവർക്ക് നിങ്ങൾക്കും ഇവിടുത്തെ ഇന്ത്യൻ നിയമം അനുവദിച്ചിട്ടുള്ള ഒരുതരം എന്താ പറയുക ലക്ഷറി ഉണ്ട്. എന്ത് കേസ് വന്നാലും നിങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരൊന്നും നടക്കില്ല എന്നുള്ളത്. ആ ലക്ഷറിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളും സംസാരിക്കുന്നത്, നിങ്ങൾ പറയുന്നത്. ബട്ട് ടൈം വിൽ ചേഞ്ച് തിങ്സ് അല്ലേ? 10-20-30 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ തുടങ്ങും. പിന്നെ എന്താ പറയുക, വസ്ത്രധാരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ വേറൊരു ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാടിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. മനസ്സിലായോ? പഴയ പോലെ നമുക്ക് പഴയ എന്താ പറയുക ഒരു കടുകട്ടി വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ പർദ്ദയാണെങ്കിൽ പോലും അവിടുത്തെ അതിചൂടുന്ന് രക്ഷപ്പെടാനാണ് അവർ ഇതിട്ട് നടക്കുന്നത്. സോ ഓരോ ടൈം സോൺ, ഓരോ വെതർ കണ്ടീഷൻസ്, ഓരോ ഒക്കേഷൻസ്. ഒരു കല്യാണത്തിന് ഇപ്പോൾ ആരെങ്കിലും എന്താ പറയുക ഒരു ബിക്കിനി ഇട്ടിട്ട് പോകും. ഒക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഓരോ എന്താ പറയുക മെഷർ സ്കെയിൽസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും അവരുടെ. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മളെ കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോകാണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ആ രീതിയിലല്ലേ ഡ്രസ്സ് ചെയ്യുക. അതെ, തീർച്ചയായിട്ടും എൻ്റെ കംഫർട്ട് നോക്കിയല്ലേ ഡ്രസ്സ് ചെയ്യുക അല്ലേ? അതുപോലെയാണ് ഒരു ഷൂട്ടിന് പോകുന്ന മോഡൽ, അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അവരാ ഡ്രസ്സിനെ ക്യാരി ചെയ്യണം. അപ്പം അതിന് മുമ്പേ അവർ കണ്ടിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്, ജീൻസിന്റെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ സാരി എടുത്തു പോയാൽ വീട്ടിലിരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അതെ. സോ അവരതിൻ്റെ കംഫർട്ട് സോണും അവർക്ക് ഓക്കെ ആണെന്നുള്ള സാധനങ്ങൾ അവർ ആപ്റ്റ് ചെയ്യുന്നതും അവർ ആ പ്രൊമോഷൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ പ്രൊഫഷൻ അവർ ചൂസ് ചെയ്ത്. സോ അവരങ്ങനെ ജീവിക്കട്ടെ. അത് കാരണം നാട്ടിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. സായി ട്രൗസർ ഇട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതെ, കേസ് കൊടുക്കുന്ന കേസാണ് ഇത്. അത് പിന്നെ ആലോചിച്ച് നോക്കി നിങ്ങൾ, നാട്ടിലെ പെൺകുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നു? വിവാഹിതരായിട്ടുള്ള സീക്രട്ട് ഏജന്റ് മുട്ടിന്റെ മുകളിൽ ട്രൗസർ ഇട്ടിട്ട് ചന്തിച്ച് തുടയും കാണിച്ചു കിടക്കണു. അല്ല പറയാൻ പറ്റൂല കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ചെങ്ങൈവരെ പറയുണ്ടാവും ഓന്റെ ഈ പ്രായത്തിലും ഇതിട്ട് നടക്കണെന്ന്. കോട്ടപ്പടിന്ന് ഒരു ചെങ്ങായി പറഞ്ഞ അവന് കണക്കിന് കൊടുത്തത് ഇനി നിങ്ങളീ ട്രൗസർ ഞങ്ങളെ കൊറേ കബോളിവാല അത് ഇതൊക്കെ പറഞ്ഞു.
ഓനൊക്കെ കണക്കിന് കിട്ടിയിട്ടുണ്ട്. നേരിട്ടൊക്കെ വന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. പക്ഷെ അത് നമ്മൾ വീഡിയോ ചെയ്യുന്ന കാലത്ത് നല്ലതുണ്ട് അല്ലേ? ഞാൻ നിങ്ങളൊക്കെ ഏത് കാലത്താണെങ്കിലും ഈ പറയാനുള്ളത് കാറൊന്നും പറഞ്ഞിട്ടുണ്ട്, പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഒരു ധാരണ ഉണ്ട് കാർന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ എന്നുള്ളത്. തെറ്റിദ്ധാരണയാണ്. അന്ന് മുന്നിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ മുന്നിൽ മൊബൈൽ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനിയും ഞാൻ പറയുന്നു, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് പറയാം അല്ലേ? ഹെൽത്തി ആർഗ്യുമെന്റ്സിന് റെഡിയാണ്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തതിൽ വിഷയം ഉണ്ടെങ്കിൽ സംസാരിക്കാം. തെറി വിളിക്കാനാണെങ്കിലും നേരിട്ട് വരാം, തല്ലാനാണെങ്കിലും നേരിട്ട് വരാം. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പറയുന്നതിനുള്ള മറുപടി വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നം. അതെ, അതാണ് വിഷയം. ഞങ്ങൾക്കൊരു മാന്യതല്ലേ? അതെ, ഓക്കെ, മാന്യതൊന്നും ഇല്ല. എന്നാലും നാളെ നമ്മൾ റോസ് തൊട്ടാണ് പ്രശ്നം. അപ്പൊ നോൺ ട്രൗസർ ഇട്ട് വീഡിയോ ചെയ്ത് കണ്ടില്ലേ, ഒപ്പം ഇരുന്നോ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബൈ.